ഹലോ ഗായ്സ്. അപ്പോഴേ ഞാൻ ഇന്ന് കൃഷിയിലോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ച് ലിഡിലിന് നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ടിന്റെ സീഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സീഡ്സ് ഒക്കെ പാകി വെച്ചോടനെ ഇപ്പൊ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതിന് പറിച്ചു നടാ ആയി കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാവേ. ഇത്രയും വളർന്നു കേട്ടോ ബീറ്റ്റൂട്ട്. ഇനിയിപ്പോ പറിച്ചു നടണേ. അപ്പൊ നല്ല പ്ലേസ് ഒക്കെ ഇനി ഞാൻ സെറ്റ് ആക്കണം. അപ്പം ഓൾറെഡി നമ്മളിവിടെ പയറൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ബീൻസൊക്കെ ഇത്ര വളർന്നേ. ഇനി ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ഈ ഏരിയ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് ഇനി പുല്ലൊക്കെ പറിക്കണം കേട്ടോ. പുല്ലൊക്കെ പറിച്ചിട്ട് നടാനേ. ഇത് കണ്ടോ, ഇത് പുതിന ഒരു കമ്പ് നട്ടു വെച്ചാണ് ഇപ്പം ഇഷ്ടമാതിരി വളർന്നു കേട്ടോ. 2-3 years ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ഉണ്ടായാലും പടർന്ന് വരും കേട്ടോ. ഇഷ്ടമാതിരി പുതിന ഉണ്ട്. ഇപ്പം പുതിന വാങ്ങിക്കണം കേട്ടോ. സമ്മറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വിന്ററിലെല്ലാം പോവേ. അപ്പോൾ ഗൈസ്, നമുക്ക് പുല്ലൊക്കെ പറിച്ച് ഏരിയയൊക്കെ ഒന്ന് സെറ്റ് ആക്കാവേ. നമുക്ക് വലിയൊരു ബാക്ക് യാർഡ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ നമുക്ക് എല്ലായിടത്തും നടാൻ പറ്റില്ല. നമ്മുടെ ബാക്ക് യാർഡ് മിക്ക സ്ഥലത്തും ഈ പച്ച പുല്ലാട്ടോ, മീൻസ് ഭംഗിക്കുള്ള പുല്ലാണ്. അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞി ബീറ്റ്റൂട്ട് ചെടി. അപ്പം ഞാൻ എല്ലായിടത്തും കുഴി കുത്തിയിട്ട് നടുവാണ് കേട്ടോ. കുഴി കുത്താൻ കുറച്ച് പാടാണ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ തൂമ്പയൊന്നുമില്ല. കുഞ്ഞൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഞാൻ കുത്തി ആണ് നടണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് മണ്ണൊക്കെ ഇച്ചിരി ഹാർഡാണ്. അതുകൊണ്ട് അത് കുഴി കുത്താൻ ഇച്ചിരി പാടാണ് കേട്ടോ. മഴ പെയ്യുമ്പം മണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആവുമേ. അപ്പോൾ നമുക്ക് കുഴി കുത്താൻ കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. പക്ഷേ മഴ ഉള്ളപ്പോൾ നമുക്ക് തണുപ്പും കാറ്റൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് ഇച്ചിരി വെയിലൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് പുറത്തിറങ്ങി നടാൻ പറ്റുള്ളൂ കേട്ടോ. ഇടയ്ക്ക് എനിക്കൊരു ഹെൽപ്പറോട് കിട്ടിയിട്ടോ വെള്ളമൊക്കെ ഒഴിക്കാൻ. അങ്ങനെ ഗായ്സ്, ഈ ബീറ്റ്റൂട്ട് എല്ലാം നട്ടിട്ടുണ്ട്. പകുതി ഇനി ബാക്കിയുണ്ട് കേട്ടോ. ഇനി സ്ഥലം കണ്ടെടുക്കണം നടാനേ. ഇപ്പം കുറച്ച് നട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. എനിക്കൊന്ന് ഇവിടെ പെട്ടെന്ന് വളർന്നു തോന്നും കേട്ടോ. നല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം മഴയില്ലെങ്കിൽ. അങ്ങനെ 1 മാസത്തിന് ശേഷം ഇതാണ് കേട്ടോ ഈ ബീൻസിൻ്റെ പൂക്കളൊക്കെ കണ്ടോ. നല്ല ഒരു റെഡ് പൂക്കളാണ്. നല്ല കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ആക്ച്വലി സ്നാപ്പ് ബീൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഓറഞ്ച് കളർ പൂക്കൾ കാണണം കേട്ടോ. ഇതാണ് കുറ്റി ബീൻസ് കേട്ടോ. ഇഷ്ടമാതിരി ഉണ്ടായിട്ടുണ്ട്. 1 മാസത്തിന് ശേഷം വിശ്വസിക്കാൻ പറ്റുമോ ഇത്ര പെട്ടെന്ന് ഉണ്ടായെന്ന്. ബീൻസ് ഉണ്ടായി കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ നമ്മുടെ കൈകൊണ്ട് നട്ടു വെച്ച സാധനങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യാനാവുമ്പം നല്ലൊരു ഹാപ്പിനെസ് ആണല്ലേ. അങ്ങനെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 മാസം കൂടി കഴിഞ്ഞാൽ ബീറ്റ്റൂട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ അതാണ് ഗൈസ് എൻ്റെ സമ്മർ ഗാർഡനിങ് വിശേഷങ്ങൾ.